Hi, hello, and welcome to IAS Factor, and we are continuing the interview mentorship series. നമ്മുടെ നാലാമത്തെ എപ്പിസോഡാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ മുന്നത്തെ എപ്പിസോഡിലെല്ലാം പല കാര്യങ്ങളും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. എങ്ങനെയൊക്കെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്, ഡാഫ് നോക്കി, അതേപോലെ നമ്മുടെ കോർ സ്കിൽ എന്താണെന്നും കൂടെ നോക്കി. ഇനി ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു ഡിസ്കഷൻ പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ കണ്ടന്റ് ആണ്. ഇൻ്റർവ്യൂവിന് പോയി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി യുവർ കണ്ടന്റ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. നമ്മുടെ കണ്ടന്റാണ് ടെസ്റ്റ് ചെയ്യപ്പെടുന്നത്. ബാക്കിയെല്ലാം നമ്മുടെ സ്കിൽസാണ്. നമുക്ക് കണ്ടന്റ് ഇല്ലെങ്കിൽ പിന്നെ ഇതൊന്നുമില്ല. ഈ പറയുന്ന ഒരു കാര്യത്തിനും നമുക്ക് അവിടെ ബെനിഫിറ്റ് ഇല്ലല്ലോ. നിങ്ങൾ നല്ല ബോഡി ലാംഗ്വേജ്, നിങ്ങൾ നന്നായി ഇരിക്കുന്നു, നല്ല ആറ്റിറ്റ്യൂഡിലിരിക്കുന്നു, നല്ലോണം വളരെ കോൺഫിഡൻ്റ് ആയിട്ട് കാണപ്പെടുന്നു, ചോദ്യങ്ങൾക്കെല്ലാം നിങ്ങൾക്ക് ഉത്തരം അറിയാം. പക്ഷേ നിങ്ങൾക്ക് ആ ഒരു കണ്ടന്റ് ഇല്ലെങ്കിൽ പിന്നെ കാര്യമില്ല. അപ്പോൾ UPSCയുടെ കണ്ടന്റ് നമ്മൾ ഓൾറെഡി നമുക്കുള്ള കണ്ടന്റ് എന്താണ്, പ്രിലിംസിനും മെയിൻസിനും വേണ്ടി പഠിച്ചിട്ടുള്ളതാണ് നമുക്കുള്ള സിവിൽ സർവീസിൻ്റെ കണ്ടന്റ് എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ സിവിൽ സർവീസിന് ഇൻ്റർവ്യൂവിനകത്ത് ചോദിക്കാൻ പോകുന്ന കാര്യങ്ങൾ ഇതിനെ നമ്മൾ ഒരു ലാർജർ രീതിയിൽ കണ്ടു കഴിഞ്ഞാൽ യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് വൺ ഇമ്പോർട്ടൻറ്റ് തിങ്. 3 രീതിയിലത്തെ നോളജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന്, ഇറ്റ്സ് ദി ഇമ്പോർട്ടൻറ്റ് അബൌട്ട് ദ സബ്ജക്ട്സ്. ഒന്ന്, സബ്ജക്ട്സ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്തുവാണ്. ഇപ്പോൾ സ്റ്റാർട്ടിങ് ഫ്രം സബ്ജക്ട്സ് എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ഗ്രാജുവേഷൻ ഡിഗ്രിയും ഇവിടെ വളരെയധികം പ്രസക്തമാണ് എന്നുള്ളതാണ്. നിങ്ങളത് ഔട്ട് ഓഫ് ടച്ച് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നിങ്ങളുടെ സബ്ജക്ട്സ് എന്ന് ഉദ്ദേശിക്കുന്നത് 3 കാര്യങ്ങൾ നമുക്ക് നോക്കാം. കണ്ടന്റിൽ ഒന്ന് സബ്ജക്ട്സ് ഇമ്പോർട്ടൻ്റ് ആണ്, 2 കറണ്ട് അഫയേഴ്സ്. അത് ഇൻ്റർവ്യൂവിൻ്റെ സിലബസ് നമ്മൾ ഓൾറെഡി വായിച്ചല്ലോ. എനിത്തിങ് ദാറ്റ് റൗസസ് ദ ക്യൂരിയോസിറ്റി ഓഫ് ആൻ എഡ്യൂക്കേറ്റഡ് യൂത്ത്, ന്യൂ ഡിസ്കവറി. അപ്പോൾ എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ കറണ്ട് അഫയേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. മൂന്നാമത്തത് നമ്മുടെ ഡാഫിനകത്ത് നിന്ന് എന്തും ചോദിക്കാം. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് നമ്മുടെ പ്രധാനപ്പെട്ട കണ്ടന്റ് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകും? സബ്ജക്റ്റ് എന്ന് ഉദ്ദേശിച്ച് ഞാൻ ആദ്യം പറഞ്ഞു, നമ്മുടെ കോളേജിലത്തെ ഡിഗ്രി ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് സമയത്ത് വി സി എ ലോട്ട് ഓഫ് ഡോക്ടേഴ്സ് കമ്മിങ് ഇൻ, എഞ്ചിനീയേഴ്സ് കമ്മിങ് ഇൻ. പക്ഷെ പിന്നീട് അതായിട്ട് ഇവർക്ക് യാതൊരു ബന്ധവും ഇല്ല ലൈഫിൽ. ആ ജോലിയൊന്നുമല്ല ഇവർ ചെയ്യുന്നതും. പക്ഷെ ചില കാര്യങ്ങൾ വരുന്ന സമയത്ത് ഐ സ്റ്റിൽ റിമെമ്പർ ദർ വാസ് എ പേഴ്സൺ ഹു ഹാസ് ഗോട്ട് സർവീസ് കിട്ടിയ അയാളുടെ ഏറ്റവും വലിയ ഓർമ്മ ശരിയാണെങ്കിൽ അയാളുടെ മാർക്കിനെക്കാട്ടും നല്ല മാർക്കുണ്ടായിരുന്നു അദ്ദേഹത്തിന് ഇൻ്റർവ്യൂവിന്. പക്ഷേ അദ്ദേഹം ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയറാണ്. അപ്പോൾ പിന്നീട് അദ്ദേഹം ഹിസ്റ്ററിയോ ജോഗ്രഫിയോ എങ്ങനെയാണ് ഓപ്ഷനിലൊക്കെ എടുത്തതും. പിന്നെ ഈ എഞ്ചിനീയറിംഗ് ആയിട്ട് യാതൊരു ബന്ധവും ഇല്ല അയാൾക്ക്. പക്ഷേ ഇൻ്റർവ്യൂവിൽ ദേ ഹാഡ് ആസ്ക്ഡ് എ വെരി സ്പെസിഫിക് ക്വസ്റ്റ്യൻ. അദ്ദേഹത്തിൻ്റെ പഴയ വർക്ക് എക്സ്പീരിയൻസ് വെച്ചിട്ട്, അല്ലെങ്കിൽ നമ്മൾ പഠിച്ച കാര്യം വെച്ചിട്ട് ദേ ഹാഡ് ആസ്ക്ഡ് അബൌട്ട് വാട്ട് ഈസ് ദ കോൺസെപ്റ്റ് ഓഫ് ഡിസാസ്റ്റർ റെസിലിയൻറ്റ് ബിൽഡിങ്സ്, അല്ലെങ്കിൽ ഡിസാസ്റ്റർ റെസിലിയൻറ്റ് ആർക്കിടെക്ചർ എന്താണ്. സോ ഇസ് ദർ എ കോൺസെപ്റ്റ് കോൾഡ് ഡിസാസ്റ്റർ റെസിലിയൻസ്, ഓർ ഇസ് ദാറ്റ് എ ഫാക്ട് ഓർ എ ഫിക്ഷൻ? അങ്ങനെ ശരിക്കും ഉണ്ടോ? എർത്ത് ക്വേക്ക് റെസിസ്റ്റൻറ്റ് ബിൽഡിങ്സ്, ഫ്ലഡ് റെസിസ്റ്റൻറ്റ് ബിൽഡിങ്സ് എന്നൊക്കെ പറഞ്ഞ് കുറേ വരുന്നുണ്ട്. അപ്പോൾ ഇസ് ദർ അറ്റ്ലീസ്റ്റ് എ കോൺസെപ്റ്റ് ഓഫ് ഡിസാസ്റ്റർ റെസിലിയൻറ്റ് ആർക്കിടെക്ചർ? ഇതിനെക്കുറിച്ച് ചോദിച്ചു. സോ ശരിക്കും അപ്പോൾ അദ്ദേഹത്തിന് വേണമെങ്കിൽ പറയാം, ഞാൻ പണ്ടങ്ങാണ്ട് എഞ്ചിനീയറിംഗ് കഴിഞ്ഞതാണ്, സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് ആണ്, അല്ലെങ്കിൽ ഇത് കഴിഞ്ഞ ആളാണ്, ഞാൻ പിന്നെ വർക്ക് ചെയ്തിട്ടൊക്കെ കുറേ കാലം, ഇപ്പോൾ 5-6 വർഷമായിട്ട് UPSCക്ക് പ്രിപ്പയർ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ദാറ്റ് ഈസ് ഹിസ് കോർ ഫോർട്ടെ. ഹി ഇസ് എ സ്ട്രക്ചറൽ എഞ്ചിനീയർ, ദാറ്റ് ഈസ് ഹിസ് ഫോർട്ടെ. അപ്പോൾ അദ്ദേഹത്തിന് ആ ക്വസ്റ്റ്യൻ ചോദിച്ചത് വേറെ ഒന്നും കൊണ്ടല്ല, അപ്പോൾ അത് പറയാൻ പറ്റിയില്ല. അപ്പോൾ അവിടെയാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ കണ്ടന്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ സബ്ജക്റ്റ് അത് ആദ്യം നമ്മുടെ കോളേജിലത്തെ സബ്ജക്റ്റാണ്. സ്കൂളിലത്തെ ഡെഫിനറ്റ്ലി നിങ്ങൾ ഹ്യൂമാനിറ്റീസ് പഠിച്ചോ, അല്ലെങ്കിൽ അതും ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഹ്യൂമാനിറ്റീസ് ആണോ, സയൻസ് ആണോ, നിങ്ങൾ ഡോക്ടറാണോ, എഞ്ചിനീയർ ആണോ, നിങ്ങൾ എന്ത് പഠിച്ചു നിങ്ങളുടെ കോളേജിൽ, അഗ്രികൾച്ചർ ആണെങ്കിൽ അങ്ങനെ, എഞ്ചിനീയറിംഗ് ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഏതെങ്കിലും മാനേജ്മെൻറ്റ് BBA മാനേജ്മെൻറ്റ് ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മാസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ അങ്ങനെ, PhD ഉണ്ടെങ്കിൽ അങ്ങനെ, എന്താണെങ്കിലും യു ഷുഡ് ഹാവ് എ വെരി ക്ലിയർ കട്ട് ഐഡിയ അബൌട്ട് ദ സബ്ജക്ട്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കണ്ടന്റ് സബ്ജക്ട്സ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഓപ്ഷണൽ സബ്ജക്റ്റ് ആണ്. കാരണം ഡാഫിൽ വളരെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് നിങ്ങൾ ഏത് സബ്ജക്റ്റാണ് എടുത്തിരിക്കുന്നത് എന്നുള്ളത്. സോ ഇഫ് യു ഹാപ്പൻ ടു ബി ടേക്കിംഗ് എ സബ്ജക്ട് ഓഫ് ജോഗ്രഫി, ഓർ യു ആർ സ്റ്റഡിങ് ആന്ത്രപ്പോളജി, വേണമെങ്കിൽ നിങ്ങളുടെ അടുത്തൊരു പ്രധാനപ്പെട്ട ചോദ്യങ്ങളൊക്കെ അവർക്ക് ചോദിക്കാം. ഹിസ്റ്ററി എടുക്കുന്ന ആൾക്കാരുടെ അടുത്ത് ചോദിക്കാം. ഐ സ്റ്റിൽ റിമെമ്പർ ചിലപ്പോൾ ബോർഡ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചോദ്യമൊക്കെ ചോദിക്കും. അപ്പോൾ ഇതിൽ ഐ സ്റ്റിൽ റിമെമ്പർ എ ക്വസ്റ്റ്യൻ ദാറ്റ് വാസ് വൺസ് ആസ്ക്ഡ്, പറഞ്ഞു കേട്ടതാണ്. ദേ ആസ്ക്ഡ് എ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഹിസ്റ്ററി? അപ്പോൾ ഇദ്ദേഹം ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഹിസ്റ്ററി ഈസ് ദ സ്റ്റഡി ഓഫ് ദ പാസ്റ്റ് ടു സ്റ്റഡി ദ ഫ്യൂച്ചർ. അപ്പോൾ പിന്നെ വാട്ട് ഈസ് ഹിസ്റ്ററി? ഹിസ്റ്ററി ഈസ് ദി സ്റ്റഡി ഓഫ് ദ പാസ്റ്റ് ടു അണ്ടർസ്റ്റാൻഡ് ദ പ്രസന്റ് ആൻഡ് പ്രെഡിക്ട് ദ ഫ്യൂച്ചർ എന്നൊക്കെ പറഞ്ഞ് കുറേ ഐറ്ററേറ്റ് ചെയ്ത് കുറേ റിഫൈൻ ചെയ്യുന്നുണ്ട് ആൾ. ബോർഡ് പിന്നെയും ചോദിക്കുക വാട്ട് ഈസ് ഹിസ്റ്ററി എന്ന്. അപ്പോൾ ഹിസ്റ്ററി ഓപ്ഷൻ എടുത്ത ഒരാളാണ്. അപ്പോൾ ഹിസ്റ്ററി ഓപ്ഷനിൽ ഇപ്പോൾ പഠിക്കുന്നില്ല, പണ്ടൊക്കെ ഡെഫിനറ്റ്ലി നല്ല സീരിയസ് ആയിട്ട് ഒരുപാട് ബുക്കുകൾ പഠിക്കണം ഹിസ്റ്ററി ഓപ്ഷനിൽ. അവസാനം അദ്ദേഹം പറഞ്ഞു, വാട്ട് ഈസ് ഹിസ്റ്ററി ഇസ് എ ബുക്ക് റിട്ടൺ ബൈ E.H. കാർ. ചോദിക്കാം. ആൻഡ് ദർ വാസ് അപ്പോൾ ഇത് നമ്മുടെ സബ്ജക്റ്റായിട്ട് ബന്ധപ്പെട്ട, നമ്മുടെ ഓപ്ഷണൽ സബ്ജക്റ്റിൻ്റെ റിലേറ്റഡ് ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ
നമ്മുടെ ഓപ്ഷൻ ആന്ത്രോപോളജിയെക്കുറിച്ച് ചോദിക്കാം, ഇപ്പോൾ എക്കണോമിക്സ് എടുത്തു കഴിഞ്ഞാൽ പുതിയ റീസെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കാം. സോ പൊളിറ്റിക്കൽ സയൻസ് ആൻഡ് ഇൻ്റർനാഷണൽ റിലേഷൻസ് ഡെഫിനറ്റ്ലി യു വിൽ ഗെറ്റ് എ ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ് ഫ്രം ദാറ്റ്. സോ ഇത് വളരെയധികം സബ്ജക്ട് നോളജ് എന്ന് പറയുമ്പോൾ നമ്മുടെ നേരത്തെ പറഞ്ഞു നമ്മുടെ കോളേജ്, നമ്മുടെ ഓപ്ഷണൽ സബ്ജക്ട്, പിന്നെ നമ്മുടെ ജനറൽ സ്റ്റഡീസിൻ്റെ നോളജ്. ഫാക്ച്വൽ നോളജ് ചോദിക്കുന്നത് വേണമെങ്കിൽ ചോദിക്കാം, പക്ഷേ കൂടുതലും ദേ വുഡ് ലവ് ടു നോ യുവർ ഐഡിയാസ് ആൻഡ് യുവർ ഒപ്പീനിയൻസ് ആൻഡ് യുവർ ഡെപ്ത് ഓഫ് നോളജ്. അപ്പോൾ സബ്ജക്ട്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ഭാഗം ഇവിടെ കഴിഞ്ഞു. രണ്ടാമത്തെ പ്രധാനപ്പെട്ട നിങ്ങൾ മാസ്റ്റർ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് കറണ്ട് അഫയേഴ്സ്. ഒരു സംശയം വേണ്ട, കഴിഞ്ഞ ഒരു 1.5 വർഷത്തെ കറണ്ട് അഫയേഴ്സ് പ്രിലിംസിന് മെയിൻസ് വേണ്ടി പഠിച്ച കാര്യങ്ങളെല്ലാം ഒരു വ്യത്യാസമുണ്ട്. പ്രിലിംസ് നമ്മൾ കുറച്ചും കൂടെ ഒരു MCQ ലെവലിലാണ് നമ്മളത് പഠിച്ചു പോയത്. മെയിൻസ് കുറച്ചും കൂടെ നമ്മൾ എഴുതാനാണ് പഠിക്കുന്നത്. ആ 2 പേജ് 3 പേജ് എങ്ങനെ എഴുതി തീർക്കാം എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട അജണ്ട. പക്ഷേ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഇൻ്റർവ്യൂവിന് വരുന്ന സമയത്ത് കുറച്ചും കൂടെ ഒരു ഹയർ ലെവൽ നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ ബേസ്ഡ് സംസാരിക്കാൻ പറ്റണം. ഇവിടെയാണ് എല്ലാവരും പരാജയപ്പെടുന്നത്. ഇപ്പോൾ കറണ്ട് അഫയേഴ്സിൽ എന്തൊക്കെ ഇഷ്യൂസ് ആണ് നടക്കുന്നത്? ഇപ്പോൾ വേണമെങ്കിൽ ഐ ക്യാൻ ഈവൻ ആസ്ക് എ ക്വസ്റ്റ്യൻ അബൌട്ട് ഇന്ത്യ ഈസ് മേക്കിംഗ് ഹ്യൂജ് വേവ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഇൻ ലോട്ട് ഓഫ് അതർ കൺട്രീസ്. ഒരുപാട് രാജ്യങ്ങളായിട്ട് നല്ല റിലേഷൻസ് ഉണ്ട്. അപ്പോൾ എന്താണ് ഇന്ത്യ ഇനിയിപ്പോൾ പ്രധാനമായിട്ടും ട്രംപ് വന്നു, അല്ലെങ്കിൽ ട്രംപ് ഓൾറെഡി ഇലക്ഷൻ ജയിച്ചിട്ടുണ്ടെങ്കിൽ ട്രംപിൻ്റെ ഇത് വെച്ചിട്ട് ഹൗ ഇസ് ഇന്ത്യ ഗോയിങ് ടു ചേഞ്ച്? ഇന്ത്യയുടെ എക്കണോമിക് ഇമ്പാക്റ്റ് എന്തായിരിക്കും ട്രംപ് അവിടെ അമേരിക്കയിൽ ജയിച്ചുകൊണ്ട്? അല്ലെങ്കിൽ ഹൗ ഇസ് ഇൻഡോ പാസിഫിക് റീജിയൻ ഗോയിങ് ടു ചേഞ്ച്? ഹൗ ഇസ് ചൈന ഗോയിങ് ടു ചേഞ്ച്? വാട്ട് ഈസ് ദി ഇമ്പാക്ട് ഓഫ് വെസ്റ്റ് ഏഷ്യ വിത്ത് ട്രംപ്സ് കമ്മിങ് ഇൻ? ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിച്ചാൽ ഇതിനൊന്നും അങ്ങനെ ഉത്തരങ്ങളൊന്നുമില്ല. നമുക്ക് കൃത്യമായി നമ്മുടെ ഒപ്പീനിയൻ എന്താണോ ആ സംഭവം നമുക്ക് പറയാൻ പറ്റണം. സോ കറണ്ട് അഫയേഴ്സ് പഠിക്കുക എന്ന് പറയുന്നത് ചുമ്മാ കാര്യങ്ങൾ കാണാതെ പഠിച്ചു വയ്ക്കുക എന്നുള്ളതല്ല. യു ഷുഡ് ബി ഹാവിങ് ഈ ഒരു ലെവലിലുള്ള നോളജ് നിങ്ങൾക്ക് ഉണ്ടാവണം. കാരണം ചോദിക്കാം അവർ. ഇപ്പോൾ വേണമെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ മോക്ക് ഇൻ്റർവ്യൂവിൽ ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു. യു ആർ എ സ്റ്റുഡൻറ്റ് ഓഫ് ഇൻ്റർനാഷണൽ റിലേഷൻസ് ആൻഡ് പൊളിറ്റിക്കൽ സയൻസ്. സോ ഐ എം ആസ്കിങ് ഒരു ജനറൽ ക്വസ്റ്റ്യൻ ഫോർ യു. ഡു യു തിങ്ക് ദ പാലസ്റ്റീനിയൻ ഇഷ്യൂ ആൻഡ് ദി കശ്മീർ ഇഷ്യൂ ഇസ് സെയിം? എന്തെങ്കിലും സിമിലാരിറ്റീസ് ഉണ്ടോ? ഉണ്ടെങ്കിൽ എന്താണ് സിമിലാരിറ്റീസ്? ഇല്ലെങ്കിൽ രണ്ട് ഇഷ്യൂവും തമ്മിലുള്ള എന്തെങ്കിലും കണക്ഷൻസ് ഉണ്ടോ, സിമിലാരിറ്റീസ്? അപ്പോൾ ഇങ്ങനൊരു ചോദ്യം നമുക്ക് ബുക്കിലൊന്നും വരാൻ സാധ്യതയൊന്നുമില്ല. അപ്പോൾ നമ്മൾ പലസ്തീൻ ഇഷ്യൂ എന്താണെന്ന് അറിയണം, കശ്മീർ ഇഷ്യൂ എന്താണെന്ന് അറിയണം, അതിനെക്കുറിച്ചിട്ട് നമുക്കൊരു ആൻസർ കൊടുക്കാൻ പറ്റണം. സോ കറണ്ട് അഫയേഴ്സ് നമ്മൾ വിചാരിക്കുന്ന പോലെ ചെറിയൊരു കാര്യമല്ല. സോ യു ഷുഡ് ബി ഇപ്പോൾ പ്രധാനപ്പെട്ട ക്ലൈമറ്റ് ഗോൾസ് വരുന്നുണ്ട്. ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ച് ക്ലൈമറ്റ് ഡെവലപ്ഡ് കൺട്രീസും ഡെവലപ്പിംഗ് കൺട്രീസും ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലെന്താണ് നമ്മുടെ ഉത്തരമെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റണം. സോ ഇൻ ഷോർട്ട്, കറണ്ട് അഫയേഴ്സ് ഇസ് എൻ ഓൺ ഗോയിങ് പ്രോസസ്. നിങ്ങൾ ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുന്നേ ഒരു വർഷത്തെ കറണ്ട് അഫയേഴ്സ് പഠിക്കുക എന്നുള്ളത് ചുമ്മാ കുത്തിയിരുന്ന് പഠിക്കുന്നതിലല്ല. ഓരോ ഇഷ്യൂ പഠിക്കുമ്പോഴും അതിൻ്റെ ആ ഒരു പെർസ്പെക്റ്റീവ് ബിൽഡ് ചെയ്ത് വേണം പോകാൻ. ഇനി അവസാനത്തെ കണ്ടന്റ് എന്ന് പറയുന്നത് നമ്മൾ സബ്ജക്റ്റ് എടുത്തു, കറണ്ട് അഫയേഴ്സ് എടുത്തു, ഡാഫ് നമ്മൾ ഓൾറെഡി മാപ്പ് ചെയ്തതാണ്. ഓൾറെഡി നിങ്ങൾക്കറിയാം ഡാഫിനകത്ത് നിന്ന് എന്ത് വേണോ ചോദിക്കാം. ഐ സ്റ്റിൽ റിമെമ്പർ there was a person who had written about playing ടെന്നീസ് കളിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. അപ്പോൾ അടുത്ത ചോദ്യം ഇമ്മീഡിയറ്റ്ലി ഉണ്ടായിരുന്നു, എന്തുകൊണ്ടാണ് ടെന്നീസ് എപ്പോഴും റിച്ച് മാൻസ് ഗെയിമായി മാറുന്നത്? വൈ ഡു തിങ്ക് ഇപ്പോൾ ടെന്നീസിൽ ഒരുപാട് ചാമ്പ്യന്മാരുണ്ട്, ഇന്ത്യക്ക് മെഡൽ കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ ഇന്ത്യക്കാർ ജയിക്കുന്നുണ്ട്, എത്ര ടെന്നീസ് പ്ലേയേഴ്സ് ഉണ്ട്. സോ ശരിക്കും ഇന്ത്യയിൽ ടാലൻറ്റിന് കുറവുണ്ടായിട്ടാണോ? റൂറൽ ഏരിയാസിലൊക്കെ പോയി കഴിഞ്ഞാൽ യു ക്യാൻ സി എ ലോട്ട് ഓഫ് ടാലന്റഡ് യങ് പീപ്പിൾ. സോ വൈ ഡോണ്ട് യു തിങ്ക് വൈ ആർ ദേ നോട്ട് പ്ലേയിങ് ടെന്നീസ്? ഗവൺമെൻറ് എന്താ അങ്ങനെ ഒരു സാധനം ചെയ്യുന്നുണ്ടോ? സോ ടെന്നീസിനകത്ത് ചെറിയൊരു സാധനത്തിന് അവർ ഇങ്ങനെ കൊണ്ടുവന്നതാണ്. ആൻഡ് ഫൈനലി I still remember there was another question. There was a person called രാഹുൽ പോയി ചോദിച്ചു, അദ്ദേഹത്തിനോട് പേര് ചോദിച്ചിരുന്നു. രാഹുലിന് ഫേമസ് ആയിട്ടുള്ള ആൾക്കാരുടെ പേര് പറയാൻ പറഞ്ഞു. അപ്പോൾ രാഹുൽ ദ്രാവിഡ്, രാഹുൽ ബജാജ്, രാഹുൽ ഗാന്ധി, അങ്ങനെ പറ്റുന്ന പോലെ രാഹുലുകൾ പറഞ്ഞുകൊണ്ടിരുന്നു. അവർ പിന്നെയും കണ്ടിന്യൂ പറഞ്ഞുകൊണ്ടിരുന്നു. കുറേ കഴിഞ്ഞപ്പോൾ സ്റ്റോക്ക് ഔട്ട് ആയിപ്പോയി. ഫൈനലി പുള്ളി ഓർത്ത് പറഞ്ഞു, യെസ്, രാഹുൽസ് ബുദ്ധൻ്റെ മകൻ്റെ പേര് രാഹുൽ എന്നാണ്. സോ വെറുതെ ചോദിക്കുന്നതാണ്, രസത്തിന് വേണ്ടി ചോദിക്കുന്നതായിരിക്കാം. അപ്പോൾ ഇത് content is very important. So please remember your subjects, starting from എല്ലാ സബ്ജക്ട്സും, the current affairs part from a higher level knowledge plus നമ്മുടെ ഡാഫിൻ്റെ കാര്യം. ഈ കണ്ടന്റിൽ നമ്മുടെ പ്രിപ്പറേഷനിൽ നമ്മൾ നല്ലോണം എഫേർട്ട് എടുക്കണം. ഒരു സംശയം വേണ്ട, നമ്മൾ നല്ലോണം ഇതിൽ എഫേർട്ട് എടുത്താൽ മാത്രമേ നമുക്ക് ഇൻ്റർവ്യൂവിൽ നന്നായി പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. സോ എല്ലാ കാര്യങ്ങളെക്കുറിച്ചിട്ടും നമുക്കൊരു 1-2 കാര്യങ്ങൾ പറയാനുണ്ടാവും വേണം. സോ പ്ലീസ് വർക്ക് ഓൺ ദ കണ്ടന്റ് പാർട്ട് 2. ഓക്കെ, താങ്ക് യു.